ഹലോ. ഇതൊരു പെട്ടെന്ന് എടുക്കുന്നൊരു വീഡിയോ കേട്ടോ. അതായത് ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് വന്ന് ക്ഷീണിച്ച് ഇരിക്കുന്ന സമയത്ത് എടുക്കുന്ന വീഡിയോയാണ്. ഇപ്പോൾ ഇങ്ങനൊരു വീഡിയോയുടെ ആവശ്യമുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട്. ഇത് ചിലപ്പം ആർക്കെങ്കിലും ഉപകാരപ്പെട്ടാലോ എന്ന് ഓർത്തെടുക്കുന്ന വീഡിയോയാണ്. അപ്പം എൻ്റെ വീഡിയോസ് കാണുന്നവർക്കറിയാം, പ്രസൻ്റ്ലി ഞാനുള്ളത് മാൽഡീവ്സിലാണ്. അപ്പം ഞാൻ മാൽഡീവ്സിൽ എന്തിനു വന്നു, എങ്ങനെ വന്നു, എനിക്ക് എത്രത്തോളം സമയം പ്രോസസ്സിങ്ങിന് എടുത്തു, പിന്നെ ഇവിടുത്തെ കോസ്റ്റ് ഓഫ് ലിവിങ് എങ്ങനെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ വീഡിയോ ഞാൻ പറയുന്നത്. അപ്പം ഞാൻ മാൽഡീവ്സിൽ വന്നത് നഴ്സിംഗ് ജോലിക്കാണ്. സോ ഞാൻ ബേസിക്കലി നേഴ്സാണ്, അതാണ് എൻ്റെ പ്രൊഫഷൻ. സോ എനിക്ക് ജോലി കിട്ടിയപ്പോഴേക്കും അങ്ങനെയാണ് ഞാനിവിടെ എത്തിച്ചേർന്നത്. ഇനി എന്തുകൊണ്ടാണ് ഞാൻ മാൽഡീവ്സ് സെലക്ട് ചെയ്തത് എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങാം. ഞാനിങ്ങനെ OET ചെയ്തത് 2023 ഡിസംബറിലാണ്. അപ്പോൾ അതിൻ്റെ റിസൾട്ട് വന്നത് 24 ജാനുവരിയിലാണ്. സോ അന്ന് ആകെ വേക്കൻസി ഉണ്ടായിരുന്നത്, അല്ലെങ്കിൽ അന്ന് ആക്റ്റീവായിട്ട് അല്ലെങ്കിലും ഇൻ്റർവ്യൂ നടക്കുന്നു എന്ന് പറഞ്ഞ് ഓപ്പൺ ആയിരുന്ന രാജ്യം ഒരേ ഒരു കൺട്രി ഉള്ളായിരുന്നു, അത് അയർലൻഡാണ്. അപ്പം സ്വാഭാവികമായി ഞാനും അയർലൻഡിന് NMBAക്ക് വേണ്ടി അപ്ലൈ ചെയ്തു. സോ എനിക്ക് DL കിട്ടി. ഞാൻ ഇൻ്റർവ്യൂസിന് അപ്ലൈ ചെയ്തു. പക്ഷേ ആകെ 24 നടന്നത് ഒരു മാക്സിമം ഒരു 5 ഇൻ്റർവ്യൂസ് നടന്നതാണ്. പക്ഷേ 5 ഇൻ്റർവ്യൂവിന് നടന്നെന്ന് പറഞ്ഞാലും ഈ പല ഏജൻസിക്ക് ഞാൻ അപ്ലൈ ചെയ്തു. പക്ഷെ അവരൊക്കെ എന്നോട് പറഞ്ഞത് അവർക്ക് 6 ഇയർ എക്സ്പീരിയൻസ് വേണമെന്നാണ്. അപ്പം അതുകൊണ്ട് എനിക്ക് ഒരു ഇൻ്റർവ്യൂവിനും അപ്ലൈ ചെയ്യാൻ പറ്റിയില്ല. ആകെ എനിക്ക് DL കിട്ടിക്കഴിഞ്ഞ് വന്നത് ഒരു ഇൻ്റർവ്യൂ വന്നുകൊള്ളായിരുന്നു. അതെനിക്ക് 6 ഇയർ എക്സ്പീരിയൻസ് ഇല്ലാണ്ട് ഞാൻ അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അപ്പം ഞാൻ 24 അങ്ങനെ പോയി. ഞാൻ 24 ജാനുവരി സ്റ്റാർട്ട് ചെയ്തിട്ട് എനിക്ക് ഓഗസ്റ്റ് കഴിഞ്ഞിട്ടാണ് DL കിട്ടിയത്. DL കിട്ടിക്കഴിഞ്ഞ് എനിക്ക് ആകെ ഒരു ഇൻ്റർവ്യൂവേ വന്നുകൊള്ളായിരുന്നു. അതിപ്പോൾ 6 ഇയർ ഇല്ലാത്തതുകൊണ്ട് എനിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അങ്ങനെ 25 ആയപ്പം ഞാൻ പബ്ലിക് സെക്ടർ അല്ലാതെ പ്രൈവറ്റ് സെക്ടറിൽ അറിയാവുന്ന ഏജൻസിക്കും അതുകൂടാതെ കുറേ യൂട്യൂബേഴ്സിനെല്ലാം കണ്ടുപിടിച്ച ഏജൻസിക്ക് എല്ലാം CV അയച്ചു. അപ്പോൾ അവരൊക്കെ എന്നോട് പറഞ്ഞത് 25 ഇതുവരെ അവർക്ക് ആർക്കും ഒരു ഇൻ്റർവ്യൂ നോട്ടിഫിക്കേഷൻസും അവർക്കൊന്നും പബ്ലിക്കിൻ്റെ ആയാലും പ്രൈവറ്റിൻ്റെ ആയാലും വന്നിട്ടില്ല. പിന്നെ ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കെയറായിട്ട് കയറിപ്പോവാം എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ കെയറായിട്ട് കയറിപ്പോയാലും പിന്നെ അവിടുന്ന് പബ്ലിക് സൈഡിലേക്ക് മാറാനായിട്ട് വളരെ പാടാണ്. കാരണം അത് അയർലൻഡ് ജോബ് ചെയ്യുന്നവർ നമ്മളോട് പറഞ്ഞ കാര്യമാണ്. അതുമല്ല, കെയറായിട്ട് പോകണമെങ്കിൽ പോലും അവർ പറഞ്ഞത് വളരെ വലിയൊരു തുകയായിരുന്നു. അപ്പം നമ്മൾ ഇത്രയും പഠിച്ചിട്ട് നമ്മൾ OET എഴുതി നേടിയിട്ട് നമ്മളങ്ങനെ കെയറായിട്ട് പോകുന്നതിന് അതും ഇത്രയും കാശ് കൊടുത്ത് പോകണമല്ലോ എന്ന് ഓർത്ത് ഇങ്ങനെ ഇരുന്നപ്പോഴാണ് ഞാൻ ഓർത്തു നമുക്ക് വേറൊരു രാജ്യം നോക്കാമെന്ന്. അങ്ങനെ ഇരുന്നപ്പം ഞാൻ ഓർത്തെന്നാൽ മാൾട്ട നോക്കാമെന്ന്. കാരണം പിന്നെ UK പ്രോസസ്സ് ചെയ്യാനോ പിന്നെ ഓസ്ട്രേലിയക്ക് പ്രോസസ്സ് ചെയ്യാനോ ഭയങ്കര ചിലവാണല്ലോ. അപ്പോൾ അതുമല്ല, ഓൾറെഡി ഞാൻ NMBA എന്ന് പറഞ്ഞ് കുറേ പൈസ അവിടെ കളയുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ഞാൻ മാൾട്ടയ്ക്ക് നോക്കി. നോക്കിയപ്പം മാൾട്ടയ്ക്ക് പ്രോസസ്സിങ്ങിന് നല്ല കാശാവും. അതുകൂടാതെ മാൾട്ടയ്ക്ക് ബ്രിഡ്ജിങ് പ്രോഗ്രാമുണ്ട്. ബ്രിഡ്ജിങ് കോഴ്സ് എന്ന് പറഞ്ഞ് നാട്ടുകാരെല്ലാം കൂടെ കയറി പോകുന്നുമുണ്ട്. പക്ഷേ ബ്രിഡ്ജിങ് കോഴ്സിന് എല്ലാവർക്കും അറിയാമെന്ന് എനിക്കറിയില്ല, ഏകദേശം 5 ലക്ഷം രൂപ, നാട്ടിലെ നമ്മുടെ INR 5 ലക്ഷം രൂപ അടുത്താവും. ബ്രിഡ്ജിങ് കോഴ്സ് ചെയ്തിട്ടും ജോലി കിട്ടാത്ത മലയാളീസ് എൻ്റെ ഫ്രണ്ട്സ് മാൾട്ടയിലുണ്ട്. അപ്പോൾ അവരെന്നോട് പറഞ്ഞു, മാൾട്ട ഇപ്പം കറൻ്റിലി എടുക്കണ്ട, കാരണം കറണ്ട് സിറ്റുവേഷൻ അനുസരിച്ച് മാൾട്ടയിൽ വേക്കൻസി കുറവാണ്. അപ്പോൾ ഞാൻ മാൾട്ട വിട്ടു. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണമെന്ന് ഇങ്ങനെ ആലോചിച്ചിരുന്നപ്പോഴത്തേക്കും ഞാൻ മാൽഡീവ്സിൽ എൻ്റെ ക്ലോസ് ആയിട്ടുള്ള സൂപ്പർ സീനിയേഴ്സ് ആയിട്ടുള്ള കുറച്ച് ചേച്ചിമാരുണ്ട്. അപ്പോൾ ഞാൻ അവരെ കോൺടാക്ട് ചെയ്തു. അപ്പോൾ അവരെ കോൺടാക്ട് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായി മാൽഡീവ്സിൽ വേക്കൻസീസ് ഉണ്ട് എന്ന്. പക്ഷേ ഫെബ്രുവരിയിലാണ് ഞാൻ മാൽഡീവ്സിലെ ആൾക്കാരെ കോൺടാക്ട് ചെയ്ത് നമ്പറൊക്കെ സംഘടിപ്പിക്കുന്നത്. അപ്പോഴും എന്നോട് അയർലൻഡ് ഫ്രണ്ട്സ് പറഞ്ഞു ചിലപ്പം മെയ് ഒക്കെ ആകുമ്പോഴത്തേക്കും ഏപ്രിൽ മെയ് ആ സമയമാകുമ്പോൾ അയർലൻഡ് ഓപ്പൺ ആവുന്നു. അപ്പോൾ ഞാൻ ഏപ്രിൽ മാസം വരെ വെയിറ്റ് ചെയ്തു. അയർലൻഡിന് പോസിറ്റീവായിട്ടുള്ള ഒരു റെസ്പോണ്ടും വന്നില്ല. അപ്പം ഞാൻ എന്ത് ചെയ്തു, മെയ് ആയപ്പോൾ ഞാൻ മാൽഡീവ്സിന് ട്രൈ ചെയ്തു. അപ്പം IGMH ഹോസ്പിറ്റലിൻ്റെ ഇൻ്റർവ്യൂ വന്നു. അപ്പം ഞാൻ മാൽഡീവ്സിലേക്ക് ട്രൈ ചെയ്തു. മെയ് ഒരു മിഡിലായപ്പോൾ എനിക്ക് ഇൻ്റർവ്യൂ കിട്ടി IGMHൻ്റെ. ഞാൻ ഇൻ്റർവ്യൂ ഫൈനൽ ലിസ്റ്റ് വന്നു. ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു, കിട്ടി. ജൂൺ 15 ആയപ്പോൾ ഞാനിവിടെ വന്നു. അതായത് ഏകദേശം ഒരു മാസം കൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും എനിക്ക് സെറ്റായി കിട്ടി. അപ്പോൾ ഞാനിപ്പോൾ ഇങ്ങനൊരു വീഡിയോ ഇട്ടത് നിങ്ങൾക്കറിയാവുന്ന അല്ലെങ്കിൽ ആരെങ്കിലും OET എക്സ്പയർ ആവുന്നവരുണ്ട്. അപ്പോൾ ഇനി അവരെന്ത് ചെയ്യണം എന്ന് വിചാരിച്ചിരിക്കുകയാണെങ്കിൽ അവർക്ക് മാൽഡീവ്സ് ഒരു നല്ല ഓപ്ഷനാണ്. കാരണം മാൽഡീവ്സിൽ 8 അവർ ഡ്യൂട്ടിയാണ്. ഒരാഴ്ച, അതായത് 1 വീക്കിൽ 2 ഓഫ് നമുക്ക് കിട്ടും. അതുകൂടാതെ പബ്ലിക് ഹോളിഡേയ്സ് എല്ലാം നമുക്ക്
അതുകൂടാതെ എല്ലാ പബ്ലിക് ഹോളിഡേയ്സ് എല്ലാം നമുക്ക് ഓഫ് കിട്ടും. ഇനി ചില പബ്ലിക് ഹോളിഡേയ്സ് ഉണ്ട്, നമ്മൾ വർക്ക് ചെയ്ത് കഴിയുകയാണെങ്കിൽ നമുക്കതിൻ്റെ എക്സ്ട്രാ പേയ്മെൻറ്റ്, അതായത് ഓവർ ടൈം പേയ്മെൻറ്റ്, എക്സ്ട്രാ പേയ്മെൻറ്റ് നമുക്ക് കിട്ടും. അങ്ങനെ ബെനിഫിറ്റ്സൊക്കെ ഒരുപാടുള്ള ഒരു സ്ഥലമാണ് മാൽദീവ്സ്. പിന്നെ ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു ടീം വർക്കാണ്. അതായത് ഒരുപാട് സ്ട്രെസ്സോ ഒരുപാട് ജോലിഭാരമോ മാൽദീവ്സിലില്ല. വളരെ കാം ആൻഡ് ക്വയറ്റായിട്ട് നമുക്ക് ജോലി ചെയ്യാം. ഇപ്പോൾ ഒരു പേഷ്യൻ്റ് നിൻ്റെ പേഷ്യൻ്റാണ്, നീ തന്നെ നോക്കണം, അങ്ങനെ ഒരു സമ്പ്രദായമൊന്നുമില്ല. ഇപ്പോൾ നമ്മുടെ പേഷ്യൻ്റാണ്, നമ്മളിപ്പോൾ ഫ്രീ അല്ലെങ്കിൽ ആരെങ്കിലും വന്ന പേഷ്യൻ്റെ കാര്യം കറക്റ്റ് സമയത്ത് ചെയ്യും. അങ്ങനെ ഒരു ടീം വർക്കാണ്. അപ്പോൾ ഒരു ഓവറൊക്കെ എടുക്കുന്നതാണല്ലോ ഒരു ടീമായിട്ടാണ്. സോ അതുകൊണ്ട് സ്ട്രെസ്സ് വളരെ കുറവാണ്. പക്ഷെ എന്നാലും നമുക്ക് നല്ല സേവിങ്സും ഉണ്ട്. അതുപോലെ ലൈഫ് അത്രമാത്രം ലൈഫ് എക്സ്പെൻഡിച്ചറിന് വേണ്ടി പൈസ ചിലവാക്കേണ്ട കാര്യമില്ല. ലൈഫിൻ്റെ എക്സ്പെൻസ് ഒത്തിരി കുറവാണ് ഇവിടുത്തെ INR വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എക്സ്പെൻസ് ഉണ്ടായിരിക്കും. പക്ഷേ ഇവിടുത്തെ റുപ്പി വെച്ച് നോക്കുമ്പോൾ എക്സ്പെൻസ് കുറവാണ്. നമുക്ക് കിട്ടുന്ന പൈസയ്ക്ക് വളരെ അടിപൊളിയായിട്ട് ഇവിടെ നമുക്ക് ജീവിക്കാനായിട്ട് സാധിക്കും. ബാക്കി നമുക്ക് സേവ് ചെയ്യാനും പറ്റും. അപ്പോൾ അതുപോലെ OET എക്സ്പയറായി അല്ലെങ്കിൽ യൂറോപ്പ് സ്വപ്നം നടക്കാതെ ദുഃഖിച്ചൊക്കെ ഇരിക്കുന്നവരാണെങ്കിൽ അവർക്ക് മാൽദീവ്സ് ഒരു നല്ല ഓപ്ഷനാണ്. അതുപോലെ തന്നെ മാൽദീവ്സിലേക്കുള്ള വേക്കൻസീസ് നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ട്. കാരണം നാട്ടിലെ നഴ്സുമാരെല്ലാം തന്നെ ഇവിടുത്തെ ഗവൺമെൻറ് സെക്ടറുകളിൽ സെറ്റിൽഡ് ആയിട്ടുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും വരാൻ താല്പര്യമുണ്ടെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് ക്വയറി ഇട്ടുകൊണ്ടേ ഇരിക്കുക. ഇൻ്റർവ്യൂ വരുന്ന സമയത്ത് ക്രാക്ക് ചെയ്യുക, ഇൻ്റർവ്യൂ കയറി പോരുക. കാരണം ഇനി ഒരു 3-4 മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ മാൽദീവ്സും വേക്കൻസി ഇല്ലാതെ ക്ലോസ് ആവും. അപ്പോൾ ഏകദേശം ഇപ്പം വളരെ മിനിമമായിട്ട് ഇവിടെ ഇൻ്റർവ്യൂസ് നടക്കുന്നുള്ളൂ. കാരണം ഇങ്ങോട്ട് റിക്രൂട്ട് ചെയ്യുന്ന ഏജൻസിമാർ പോലും ഇപ്പം ഗൾഫ് റിക്വയർമെൻറ്റ്സ് ആരംഭിച്ചിരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ ഇവിടെ അത്രമാത്രം വേക്കൻസീസ് നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി ഗവൺമെൻറ്, അതായത് മാൽദീവ്സിൽ പല ഐലൻഡുണ്ട്, പല ഹോസ്പിറ്റൽസും ഉണ്ട്. പക്ഷേ മെയിനായിട്ടുള്ള മാലി ഹോസ്പിറ്റലിലൊക്കെ ഇൻ്റർവ്യൂസ് വളരെയധികം കുറഞ്ഞിരിക്കുന്നുണ്ട്. കാരണം വേക്കൻസീസ് ഒത്തിരി കുറവാണ്. സോ ആരെങ്കിലും യൂറോപ്യൻസൊക്കെ നടക്കാനായിട്ട് വിഷമിച്ചിരിക്കുകയാണെങ്കിൽ മാൽദീവ്സ് വളരെ നല്ലൊരു ചോയ്സാണ്. കുറഞ്ഞ പൈസയ്ക്ക് കയറി വന്ന് ലൈഫ് സെറ്റിലായി സേവിങ്സ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരേ ഒരു നല്ലൊരു രാജ്യമാണ് മാൽദീവ്സ്. അപ്പോൾ ആർക്കെങ്കിലും ഉപകാരപ്പെടുമെങ്കിൽ ഈ വീഡിയോ നമുക്ക് ഷെയർ ചെയ്ത് കൊടുത്തു. ബാക്കി അപ്ഡേറ്റ്സ് ഒക്കെ അടുത്ത വീഡിയോ നമുക്ക് എല്ലാം ഞാൻ കൃത്യമായിട്ട് പറഞ്ഞ് തരുന്നതായിരിക്കും. അപ്പം ബൈ.